ഇവിടെ കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജഡ്ജിയുടെ പിന്നിൽ NIA ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്റെ പിന്നിലുണ്ട്, ഈ നടിയുടെ പിന്നിലുണ്ട്. ഇവരൊക്കെ കണ്ടതിന്റെ കാര്യം എന്താണ്? ഇവർക്ക് ഇതുമായിട്ട് എന്താണ് ബന്ധം? ഇത് ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളിൽ ഇവരാരെങ്കിലും പെട്ടിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ, ഇപ്പൊ നിയമസഹായമാകാം, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിലേക്ക് പോവാനായിരിക്കാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ പാക് ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദി ആ ക്രിക്കറ്റ് കാണാൻ വന്നിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും റാണ ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതാണ്. സിനിമാ മേഖലയിൽ, നീതിന്യായ മേഖലയിൽ, പോലീസ് വകുപ്പിൽ, കായിക മേഖലയിൽ, എല്ലാ മേഖലയിലും കേരളത്തിൽ ബന്ധം സ്ഥാപിക്കാൻ റാണയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇവിടെ ശക്തമായ ഒരു പേര് റാണയ്ക്കുണ്ട്. റാണയെ സഹായിക്കാൻ കഴിയുള്ള ഉന്നത മേഖലകളിൽ, എല്ലാവരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഇവരെയൊക്കെ കയ്യിലെടുക്കാൻ റാണയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് റാണയല്ല, ഇവരാണ് ഉത്തരം പറയേണ്ടത്. എങ്ങനെയാണ് റാണയുമായി ബന്ധപ്പെട്ടത്, റാണ എങ്ങനെയാണ് നിങ്ങളെ സമീപിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ.